Hello. Hi, T. Good morning. Magic morning. Magic morning. Morning. Okay. Magic morning. Okay. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇവിടെ എല്ലാവരുടെ പ്രസൻസ് ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. ഓക്കെ. അപ്പോൾ നിങ്ങൾ എല്ലാവരും നമ്മുടെ പോസ്റ്റേഴ്സും കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് സെഷൻ എടുക്കാൻ വേണ്ടി നമുക്ക് പൊന്നാറ്റി കോസ്റ്റ് PS ആയിട്ടുള്ള സിവിൽ പോലീസ് ഓഫീസർ ആയിട്ട് നമ്മുടെ സൗമ്യ മാമാണ്. സോ ഇന്നത്തെ സെഷൻ എടുക്കാൻ വേണ്ടി സൗമ്യ മാമിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. മാമിന്റെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നവമാധ്യമങ്ങളും സ്ത്രീകളും എന്നാണ്. സോ നല്ലൊരു ടോപ്പിക്കാണ്. സോ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഇന്നത്തെ സെഷൻ എടുക്കാൻ വേണ്ടിയിട്ട് സൗമ്യ മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. സൗമ്യ മാം, പ്ലീസ് വെൽക്കം മാം. ഹലോ മാം ഓക്കെ ആണോ? സ്റ്റാർട്ട് ചെയ്യാനായോ? ഓക്കെയാണ്. കേൾക്കുന്നില്ലേ? ഓക്കെ, ഓഡിയബിൾ ആണ്. ഓക്കെ. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സൗമ്യ. ഞാൻ പൊന്നാനി കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറാണ്. വീഡിയോ ഓൺ ചെയ്യാന് ഹലോ വീഡിയോ സൗമ്യ മാം ഹലോ പറ്റുന്നില്ല? ഓക്കെ ആണോ? ഓക്കെയാണ്. വീഡിയോ ഓൺ ചെയ്യണോ? ആളെ കണ്ട് സംസാരിക്കുമ്പോഴല്ലേ അതിനൊരു എന്താണ് റൂമും അങ്ങനത്തെ കണ്ടീഷൻസ് ഒക്കെ അതുകൊണ്ടാണ്. ഒരു പ്രശ്നമില്ല, ധൈര്യമായിട്ട് ഓണാക്കിക്കോളി. ഞാനത് പറയാൻ വിട്ടതാ. നല്ല കണ്ടീഷനുള്ള റൂമിൽ ഞങ്ങൾ ഇരിക്കട്ടെ, നിങ്ങൾ ധൈര്യമായിട്ട് തുറന്നു. അഖില മാം ബ്രഷ് ചെയ്യാണല്ലോ. എങ്ങനാ? അഖില ബ്രഷ് ചെയ്തോണ്ടാണല്ലോ ക്ലാസ്സിന് ഇരിക്കുന്നത്. ഞാൻ ഇന്നലെ അത് പറയാൻ മറന്നത്, അല്ലെങ്കിൽ ഒന്ന് വീഡിയോ ഓണാക്കണം എന്നുണ്ടാവല്ലോ, അത് പറഞ്ഞില്ല. മതി ഓണാക്കിക്കോളൂ, പറഞ്ഞോളി. അതെ, നമ്മളിപ്പോ വീട്ടിൽ നിൽക്കുന്ന ഡ്രസ്സായിരിക്കാം, അങ്ങനെ അതുകൊണ്ടൊക്കെയാണ് ഓൺ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞത്. ഓക്കെ. ഓക്കെ മാം, എന്തായാലും സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. ഓക്കെ അല്ലേ? തുടങ്ങട്ടെ? ഓ, ഓക്കെ. അപ്പോൾ ഇന്ന് നമുക്ക് ഓൺലൈൻ മാധ്യമങ്ങളുടെ നല്ല വശവും ചീത്ത വശവും രണ്ടും ഒരുപാട് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് നമുക്ക് ഒറ്റ ക്ലിക്കിലൂടെ നമുക്ക് ഈ ലോകത്തെ മുഴുവൻ നമ്മളിപ്പോ ഇവിടെ ഇരുന്നിട്ട് അമേരിക്ക വരെ പോവാം, അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങൾ വരെ പോവാം, അല്ലെങ്കിൽ എത്ര ദൂരെയുള്ള ഒരാളുമായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആശയങ്ങള് കമ്മ്യൂണിക്കേഷൻസ് എല്ലാം നടത്താൻ സാധിക്കും. അപ്പോൾ ഇന്റർനെറ്റിന്റെ
ഈ ആവിർഭാവം എന്താണ് ജനങ്ങൾക്ക് നമ്മുടെ മനുഷ്യരാശിക്ക് എല്ലാ വിധത്തിലും പുരോഗമനം മാത്രമാണ് നമ്മൾ ലക്ഷ്യം വെച്ചത് എങ്കിലും പല സമയങ്ങളിലും നമ്മൾക്ക് ഒരുപാട് ചതിക്കുഴികൾ നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് നമുക്ക് സ്റ്റേഷനുകളിലൊക്കെ ഒരുപാട് പലതരത്തിലുള്ള കേസുകൾ നമുക്ക് എന്താണ് നമ്മുടെ മുന്നിലേക്ക് വരാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കേസുകൾ ഒക്കെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഒരു നവമാധ്യമങ്ങള് കൈകാര്യം ചെയ്യുന്നത് റേഞ്ച് ഇഷ്യൂ ഉണ്ടോന്നുണ്ട്. കാര്യങ്ങളില് ഹലോ ഹലോ കേൾക്കാം മാഡം, പറഞ്ഞോളൂ madam, കേൾക്കുന്നുണ്ട്. കേൾക്കാൻ Continue. പറ്റുന്നുണ്ടോ? പറഞ്ഞോ. ആ ഇന്ന് കേൾക്കാം മാഡം. ഓക്കെ. ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ നല്ല കാര്യങ്ങൾക്കാണ് നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കേണ്ടത് എങ്കിലും പക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ അത് മോശമായ രീതിയിലാണ് അത് ഉപയോഗിച്ചു കണ്ടുവരുന്നത്. പിന്നെ ഒന്നാമത് പിന്നെ ഒരുപാട് നമ്മുടെ സമയനഷ്ടം വരുത്തുന്ന ഒരു കാര്യം കൂടിയാണ് സോഷ്യൽ മീഡിയ. അപ്പോൾ എന്തെല്ലാമാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കയറുമ്പോൾ കാണേണ്ടത് എന്നതിനെ കുറിച്ച് നമുക്കും എന്ത് വേണം, ഒരു അവയർനെസ് വേണം. പ്രത്യേകിച്ച് പണ്ട് കാലഘട്ടങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു വെച്ചെങ്കിൽ നമുക്ക് കത്ത് മുഖാന്തരം അല്ലെ, കത്ത് വഴിയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തിയിരുന്നത്. അപ്പോൾ നമുക്ക് നമ്മളൊരു കത്ത് അയച്ച് അതിന് മറുപടി കിട്ടാൻ ചിലപ്പോൾ ഒരു 10 ദിവസം അല്ലെങ്കിൽ ഒരു 5 ദിവസം അത്രയൊക്കെ എടുത്തുകൊണ്ടിരുന്ന ഈ സമയത്ത് ഇന്ന് ഒരു 5 സെക്കൻഡ്, ഒരു 5 മിനിറ്റ് അതിൻ്റെ ഉള്ളിലെല്ലാം നമുക്ക് ആയാണോ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യേണ്ടത് അങ്ങനെ ആ ആളുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുന്നു. അതുപോലെ ഒരു ഗ്രൂപ്പായിട്ട് ഇപ്പൊ ഇത് കണ്ടില്ലേ, ഇപ്പൊ ഇന്ന് രാവിലെ മോർണിംഗ് നമ്മളെല്ലാവരും ഒരു ഗ്രൂപ്പില് ഒരുമിച്ച് നമുക്ക് ഒരു 100 പേർക്ക് 500 പേർക്ക് ഒരുപാട് പേർക്ക് ഒരുമിച്ച് ഒരു ഗ്രൂപ്പിൽ കയറി നമുക്ക് ഒരുമിച്ച് ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഇന്ന് നമ്മൾ ഇന്റർനെറ്റ് അത്രയും പുരോഗതി കൈക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് ആയിരിക്കണം. ഇന്ന് നമ്മള് ഇപ്പൊ 2025 പിറന്നതിന് ശേഷം ഒരുപാട് പല നെഗറ്റീവായ വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു വിഭാഗം ആളുകൾക്ക് ഇപ്പോഴും എങ്ങനെയാണ് ഇന്റർനെറ്റ് ഉപയോഗിക്കേണ്ടത്, അത് നല്ല കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ മാനവരാശിക്ക് നല്ലതിനാണ് എന്നുള്ളതിനെ കുറിച്ച് തീരെ അവയർനെസ് ഇല്ല. പ്രത്യേകിച്ച് ചെറുപ്പം കുട്ടികളുടെ ഇടയിലൊക്കെ എന്ന് പറഞ്ഞു വെച്ചെങ്കിൽ കഴിഞ്ഞ 1-2 മാസങ്ങൾക്കിടയിലൊക്കെ കുട്ടികളുടെ ഇടയിൽ തന്നെ നടന്നിരുന്ന കൊലപാതകങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ അത്തരം കാര്യങ്ങൾക്കൊക്കെ ഒരു മടിയുമില്ലാതെ അങ്ങനെ ഒരു കൊലപാതകം ആസൂത്രണം ചെയ്യാനും ഒക്കെ ഈ ഇൻസ്റ്റാഗ്രാം വഴിയും ഫേസ്ബുക്ക് വഴിയും അല്ലെങ്കിൽ അങ്ങനെയുള്ള നവമാധ്യമങ്ങൾ വഴി ആഹ്വാനം ചെയ്യാനൊന്നും കുട്ടികൾക്കായാലും ആളുകൾക്കായാലും ഒരു മടിയില്ലാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് പറ്റിയ അപ്പൊ നമ്മള് നിയമത്തിനെ പോലും ആർക്കും ഒരു ഭയമില്ലാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച്
കേൾക്കുന്നുണ്ട്. സൗമ്യ മാം. ഹലോ. അല്ല, നെറ്റ്വർക്ക് ഇഷ്യൂ നല്ല തോന്നുന്നു. ഹലോ ഹലോ. മാം. എന്ത് പറ്റി? കണ്ടിന്യൂ ചെയ്തോളൂ മാം. ഇന്ന് നമുക്ക് പല ഇപ്പൊ സോഷ്യൽ ഗ്രൂപ്പുകളും ഒക്കെ സജീവമാണ്. ഇപ്പൊ വീഡിയോ ഓഫ് നമ്മളിപ്പോ ആക്കിക്കോളൂ. എന്നിട്ട് എന്താ പറയാ, വീഡിയോ ഓൺ ആക്കണോണ്ടോ തോന്നുന്നുണ്ട് അത് കട്ടായി പോണത്. റേഞ്ച് ഇഷ്യൂ വരുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ പല ഹലോ. ഇപ്പൊ ഹലോ മാം, കേൾക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇപ്പൊ എന്താണ് ഇപ്പൊ അതുപോലെ പണ്ട് നമ്മള് സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന കാലഘട്ടത്തിലെ സുഹൃത്തുക്കളും ഒക്കെ ആയിട്ട് ഇന്ന് നമുക്ക് കോണ്ടാക്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു മാർഗമായിട്ട് ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഒക്കെ ആക്റ്റീവായി വരുന്ന ഒരു കാലഘട്ടമാണ്. അതേ സമയം തന്നെ നമുക്ക് ഒരുപാട് ഈ വാട്സപ്പ് ഗ്രൂപ്പുകളുടെ നമ്മളെന്താ റീജോയിൻ എന്നൊക്കെ പറയില്ലേ, എന്താണ് ഗെറ്റ് ടുഗദർ, റിയൂണിയൻ, അങ്ങനെയുള്ള ഫങ്ഷൻസ് ഒക്കെ ഇപ്പൊ പുതുതായിട്ട് എല്ലാവരും 10 വർഷം കഴിഞ്ഞുള്ളവരും 20 വർഷം കഴിഞ്ഞവരും പിന്നെ പണ്ട് 10ാം ക്ലാസ്സിലും പ്ലസ് ടുവിനും ഡിഗ്രിക്കും എല്ലാം പഠിച്ച ആളുകളൊക്കെ ഒരു ജോയിന്റ് ഗ്രൂപ്പുകളൊക്കെ ആയിട്ട് പുതിയ ഗ്രൂപ്പുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ഗെറ്റ് ടുഗദർ ഫംഗ്ഷനൊക്കെ നടത്താറുണ്ട്. കഴിഞ്ഞ കുറച്ച് മുൻപ് നമ്മളെല്ലാം കേട്ടിട്ടുള്ള ഒരു വാർത്തയാണ്. അപ്പോൾ ഈ റീജോയിനിങ് ഇങ്ങനെ ഗെറ്റ് ടുഗദർ ഫംഗ്ഷനൊക്കെ പോയി പിന്നെ കണ്ടുപരിചയപ്പെട്ടല്ല പഴയ ഫ്രണ്ട്സൊക്കെ വീണ്ടും മുൻപ് ചിലപ്പോൾ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ അവരിപ്പോ ഒരു ആളുടെ വീട്ടിൽ വന്നിട്ട് ഒരു ആത്മഹത്യ ചെയ്ത കേസുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഒക്കെ വായിച്ച് ഒക്കെ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. അതായത് നമ്മൾ നല്ലതിന് പിന്നീട് റിസൾട്ട് ആയിട്ട് വരുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിലൂടെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇപ്പൊ കണ്ടൊരു വാർത്തയാണ്. ഇൻസ്റ്റാഗ്രാമിലൂടെ രണ്ട് ആൺകുട്ടികളെയും 2 പെൺകുട്ടികളും നമ്മുടെ എക്സൈസിന് അവര് കണ്ണൂർ പറശ്ശിനിക്കടവ് ഭാഗത്ത് ഒരു ലോഡ്ജ് എടുത്തിട്ട്, അതും ചെറിയ പ്രായമുള്ള മക്കളാണ്, 17-18 വയസ്സ് അത്ര പ്രായമുള്ള കുട്ടികളാണ്. അവര് ഒരു ലോഡ്ജ് എടുത്തിട്ട് അതിലിരുന്നിട്ട് MDMA കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് എക്സൈസ് അവരെന്നെ പിടിച്ചിട്ട് അതിലത്തെ ഒരു പെൺകുട്ടി ഒരു വീഡിയോ ഇട്ടിരിക്കുകയാണ്. ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾക്കെതിരെ കേസില്ല, വിഷയങ്ങളില്ല, പ്രശ്നങ്ങളില്ല എന്നുള്ള രീതിയിലാണ് ആ കുട്ടി സംസാരിച്ചിരുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് കുട്ടികൾക്കായാലും നമ്മൾ പഠിച്ച ഒരു കാലഘട്ടമോ ഒന്നുമല്ല. ഇപ്പോൾ കുട്ടികൾക്ക് എന്ന് പറഞ്ഞു വെച്ചെങ്കിൽ ഒന്നിനോടും പേടിയില്ല. ഏത് രീതിയിൽ വേണമെങ്കിലും സംസാരിക്കാനും അവർക്ക് ഒരു ഭയമോ ഒന്നും ഇല്ല. അപ്പോൾ ഞാൻ ഒരു വീഡിയോ, ആ കുട്ടിയുടെ ഒരു വീഡിയോ കണ്ടിരുന്നു. അപ്പൊ അവൾ ധൈര്യമായിട്ട് ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് അത്തരം കാര്യങ്ങളൊന്നും നമുക്ക് പ്രശ്നമല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഇതല്ല, ഇതിന്റെ അപ്പുറം വന്നാലും ഞങ്ങൾക്ക് വിഷയങ്ങളല്ല, അങ്ങനത്തെ ഒരു രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട്
ആളുകൾ ഉപയോഗിക്കുന്ന ഒരു മാധ്യമമാണ് ഫേസ്ബുക്ക്. അതുപോലെ ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ, വാട്സപ്പ്, പിന്നെ എന്താണ് ഇൻസ്റ്റാഗ്രാം, ഇതെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ചില വാട്സപ്പിനാണെങ്കിൽ മറ്റുള്ള ഫേസ്ബുക്കിനെ പോലെ ഒന്നല്ല, കുറച്ചും കൂടി ചാറ്റ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ക്രിയേഷൻ അതൊക്കെ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാനും നമുക്ക് മെസ്സേജുകളും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് എത്തിക്കാനൊക്കെ കുറച്ചും കൂടി സൗകര്യപ്രദമായ കാര്യമാണ് വാട്സപ്പ്. പക്ഷെ ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞു വെച്ചെങ്കിൽ അതിൽ ഒരുപാട് ഇപ്പൊ എല്ലാ കുട്ടികൾക്കും, പ്രത്യേകിച്ച് 10ാം ക്ലാസ് ഒന്നും എത്തണ്ട, ഒരു 8ാം ക്ലാസ് 7ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് അടക്കം ഇൻസ്റ്റാഗ്രാമിൽ സ്വന്തമായിട്ട് അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഈ സ്വന്തമായിട്ട് അക്കൗണ്ടൊക്കെ നമ്മളുടെ മക്കളല്ലേ, കുഴപ്പമില്ല, അവർക്ക് ഒരു അക്കൗണ്ട് ഉണ്ടാക്കി കൊടുക്കാമെന്നൊക്കെ വിചാരിച്ച് നമ്മൾ നല്ല രീതിയിൽ ചെയ്യുമ്പോൾ അത് പിന്നെ എന്തായി, പല പല ചാറ്റുകളിലേക്ക് പോവാണ്. ഒരു ദിവസം പരിചയപ്പെട്ട, അല്ലെങ്കിൽ ഒരു 2-3 ദിവസം ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട ആളുകളെ കാണാൻ ഇവര് പോവാണ്. ഒരു എന്താണ് സ്ഥലം ഏതാണോ, ആരാണെന്നോ, അയാളുടെ ജീവിത രീതി എന്താണോ, അയാൾ വല്ല കഞ്ചാവ് കേസിൽ പ്രതികളാണെന്നോ, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളെ ഇറങ്ങിത്തിരിക്കുകയാണ്. എന്നിട്ട് അവിടെ ചെന്നിട്ട് ചിലപ്പോൾ ഇവരെ കാണുമ്പോൾ, നമ്മൾ കുറെ മുന്നേയൊക്കെ വാർത്തകളൊക്കെ കണ്ടിട്ടുണ്ട്, കാമുകനെ കാണാൻ പോയിട്ട് കാമുകി ബോധം കെട്ട് വീണു, അല്ലെങ്കിൽ അവിടെ ചെന്നപ്പോഴാണ് അച്ഛന്റെ പ്രായത്തിലുള്ള ആളാണ് കാമുകൻ, അത്രയും പ്രായമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത്. അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു ദിവസം അല്ലെങ്കിൽ പിന്നെ ചാറ്റിങ്ങിലൂടെ പരിചയപ്പെട്ട ആളെ കാണാൻ പോവാണ്. പിന്നീട് അവരെന്തായി, നല്ല തിക്ക് ഫ്രണ്ട്സ് ആയിട്ട് മാറുകയാണ് ഒരു ദിവസം കൊണ്ട്. നമ്മൾ ചിലപ്പോ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളായിട്ട് ചിലപ്പോൾ അത്ര ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ടിട്ട് അങ്ങനെ നല്ല ഫ്രണ്ട്സ് ആയിട്ട് അവര് മാറുക. പിന്നെന്താണ്, ഈ ലഹരി വസ്തുക്കളുടെ MDMA അങ്ങനെയുള്ള വസ്തുക്കളുടെ കാരിയർമാരായിട്ട് ഇവര് മാറുകയാണ്. പിന്നെ എന്താണ്, പിന്നെ ഇവരിങ്ങനെ കാരിയർമാരായിട്ട് മാറാനുള്ള പ്രത്യേകിച്ച് സ്ത്രീകളും പെൺകുട്ടികളും ഒക്കെ ഈ കാരിയർമാരായിട്ട് മാറുന്നത് എങ്ങനെയെന്ന് വെച്ചാല്, ഇവർക്ക് എന്താണ്, പിന്നെ ഇതുപോലെയുള്ള ഓൺലൈൻ സൗഹൃദങ്ങൾ വരുന്നുണ്ടാവും. അപ്പൊ ഈ ഓൺലൈൻ സൗഹൃദങ്ങൾ വഴി ഇപ്പോൾ പിന്നെ ആളുകൾക്ക് ഇപ്പോൾ ഒരു സുഹൃത്ത് ബന്ധമാണ്, അല്ലെങ്കിൽ നമുക്ക് ഏതളവ് വരെ നമ്മൾ എന്താണ് സുഹൃത്ത് ബന്ധത്തിന് പരിധി വെക്കണം എന്നതിനെ കുറിച്ച് ഇന്ന് ഒരു അറിവോ ഒന്നുമില്ല. അപ്പോൾ ഇന്ന് ഇപ്പൊ അവര് വിളിക്കുകയാണ്, ലോഡ്ജിലേക്ക് വരൂ, അല്ലെങ്കിൽ നമുക്ക് ഒന്ന് ബീച്ചിലേക്ക് പോവാം, അല്ലെങ്കിൽ ഇന്ന് നമുക്ക് കറങ്ങാൻ പോവാം, ഇന്ന് സ്കൂളിൽ പോവണ്ട, കയ്യിലൊരു യൂണിഫോമിന് പകരം യൂണിഫോം ഇട്ട് പോരൂ, പകരം കയ്യിൽ വേറൊരു ജോഡി ഡ്രസ്സ് കൈവച്ചോളൂ, നമുക്ക് എവിടുന്നെങ്കിലും ഡ്രസ്സ് മാറ്റിയിട്ട് നമുക്ക് ഇന്ന് ഒന്ന് കറങ്ങാൻ പോവാം. അപ്പൊ കറങ്ങി പോയി നമുക്ക് വൈകുന്നേരം സ്കൂൾ വിടുന്ന സമയത്തോട് കൂടിയിട്ട് നമുക്ക് എത്തിച്ചേരാം. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല സുഹൃത്തുക്കളുടെ കൂടെ ഇവര് പോവാണ്. പോയി കഴിഞ്ഞ് പിന്നെ പോകുന്ന പോക്ക് മുഴുവൻ പിന്നെ പല രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ, ഇവരുടെ സ്വകാര്യമായ വീഡിയോസ് ചിലപ്പോൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ അവരുടെ നേക്കഡ് ആയിട്ടുള്ള ദൃശ്യങ്ങളും ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവര് ഒരു മിനിറ്റ് കൊണ്ട് അവര് അത് കൈക്കലാക്കി കാണും. പിന്നെ ഈ ഒരു ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ഈ വീഡിയോ വെച്ചിട്ടായിരിക്കും പിന്നീട് ബ്ലാക്ക് മെയില്. അപ്പൊ പിന്നെ എന്താണ്, നീ എൻ്റെ ഇങ്ങനെയുള്ള ദൃശ്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ഇങ്ങനെയുള്ള വീഡിയോസ് പുറത്ത് എങ്ങാനും പോയാലോ എന്ന് പേടിച്ചിട്ടായിരിക്കാം ചിലപ്പോ പിന്നെ അവര് ആദ്യത്തെ തവണയൊക്കെ അങ്ങനെ വഴങ്ങിക്കൊടുക്കാം. പിന്നീട് എന്തായി, കഞ്ചാവ്, MDMA അങ്ങനെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാനും അതുവഴി കാരിയർമാരായി മാറാനും ഇവരെ പിന്നെ സ്ത്രീകളെ അല്ലെങ്കിൽ പെൺകുട്ടികളെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം കണ്ടുവന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് MDMA പോലുള്ള ലഹരി വസ്തുക്കൾ ഒരു തവണ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ, അതായത് ഇവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല ഉപയോഗിക്കുന്നത്, ചിലപ്പോൾ വല്ല ശീതളപാനീയം അല്ലെങ്കിൽ
നീ ഒന്ന് ഉപയോഗിച്ച് നോക്ക്, നല്ലതാണ്, അല്ലെങ്കിൽ എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ ഉപയോഗിച്ച് നോക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കാം ചിലപ്പോൾ അത് ഉപയോഗിക്കാൻ നിർബന്ധിക്കുന്നത്. പക്ഷേ ഈ MDMA ഒക്കെ പ്രത്യേകത എന്ന് പറഞ്ഞു വെച്ചെങ്കിൽ അത് ഒരു തവണ ഉപയോഗിച്ചു കഴിഞ്ഞു വെച്ചാൽ അടുത്ത 24 മണിക്കൂറിന്റെ ഉള്ളിൽ അത് നമ്മുടെ ശരീരം ആവശ്യപ്പെടും. പിന്നെ അത് അവർ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. കാരണം നമ്മുടെ ആ MDMA എന്ന് പറഞ്ഞു വെച്ചെങ്കിൽ ആ ലഹരി വസ്തുവിന്റെ പ്രത്യേകതയാണ്. അപ്പൊ അടുത്ത 24 മണിക്കൂറിന് ഉള്ളിൽ ഈ കുട്ടിക്ക് ഇത് കിട്ടണമെങ്കിൽ ഇപ്പോ അവര് പറഞ്ഞത് എന്താണോ ആ രീതിയിൽ അനുസരിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു വെച്ചെങ്കിൽ ആൺകുട്ടി പെൺകുട്ടി ഒന്നും വ്യത്യാസമില്ലാതെയാണ് പിന്നെ വഴിതെറ്റിപ്പോകുന്നത്. കുറച്ച് മുൻപ് ഒരു 4-5 വർഷം മുൻപൊക്കെ നമ്മൾ ആൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരു 10+2 വരെ കഴിഞ്ഞ ഒരു കുട്ടികൾക്കൊക്കെ ആയിരുന്നു നമ്മൾ ഇങ്ങനെയുള്ള ബോധവൽക്കരണ ക്ലാസ്സുകളെല്ലാം കൊടുത്തിരുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങൾ എന്ന് പറഞ്ഞു വെച്ചെങ്കിൽ ഇപ്പൊ അങ്ങനെയല്ല. വളരെ ചെറിയ കുട്ടികൾ മുതൽ 5ാം ക്ലാസ് വരെ മുതലുള്ള കുട്ടികൾക്ക് വരെ നമ്മൾ ബോധവൽക്കരണ ക്ലാസ് കൊടുക്കേണ്ടുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പോൾ അതുപോലെ ഇൻസ്റ്റാഗ്രാം പ്രണയങ്ങളൊക്കെ ഒരുപാട് കത്തി നിൽക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഒരു 18 വയസ്സ് കഴിഞ്ഞാൽ മാത്രം സ്വന്തമായിട്ട് ഫോൺ വാങ്ങിച്ചു കൊടുത്താൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ അത് മാത്രമല്ല, പിന്നെ ഇവർക്ക് ഫോണ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ അക്കൗണ്ട് വഴിയായിരിക്കണം. അവര് ഫോൺ നോക്കിക്കോട്ടെ, പക്ഷെ അത് നമ്മുടെ അക്കൗണ്ട് വഴിയുള്ള ഫോൺ എടുത്ത് കൊടുക്കായിരിക്കും നല്ലത്. ഫോൺ എടുത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുകയാണ് നല്ലത്. അല്ലാതെ പുതുതായിട്ട് 18 വയസ്സ് വരെ വാങ്ങിച്ചു കൊടുക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒക്കെ കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണം. കുട്ടികൾ ചിലപ്പോൾ വീട്ടുകാരോട് പറയാം ഞങ്ങൾ റീൽസ് ഇടാൻ മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും. പിന്നെ എന്താണ് തിരിച്ചറിവില്ലാത്ത പ്രായമാണ് കുട്ടികൾക്ക് എന്താണ് ശരി എന്താണ് തെറ്റ് എന്നത് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്ന ആളുകൾക്കും പിന്നെ എന്താണ് തിരിച്ചറിവ് ചില കാര്യങ്ങളിൽ ഇല്ലാത്ത ഒരു സാഹചര്യങ്ങൾ നമ്മൾ കണ്ടുവരുന്നുണ്ട്. പിന്നെ കുട്ടികൾക്ക് ഇതുപോലെയുള്ള ഇൻസ്റ്റാഗ്രാം നവമാധ്യമങ്ങൾ ഈ ഫോണിന്റെ ഉപയോഗം കുട്ടികളിൽ വായനാശീലം പിന്നെ കളികൾ അതെല്ലാം വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. ഒക്കെ എന്താണ് ഇപ്പൊ ഒരു വീട്ടിലിപ്പോ ഒരു 10 ആളുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. ആ 10 ആളുകളും ചിലപ്പോ ഒരു ഹാളിൽ ഒരുമിച്ചിരിക്കുന്നുണ്ട് വെച്ചെങ്കിലും 10 പേരും 10 ലോകത്ത് മൊബൈലിന്റെ ലോകത്തായിരിക്കും. അപ്പോൾ പരസ്പരം എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഇന്ന് വളരെയധികം കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ മാക്സിമം പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കുന്ന സമയത്തെങ്കിലും എല്ലാവരും ഒരുമിച്ചിരുന്ന് കുട്ടികളോടായാലും പിന്നെ ഫാമിലി ഹസ്ബൻഡ് വൈഫ് അച്ഛൻ അമ്മ എല്ലാവരോടായിട്ടും സംസാരിക്കാൻ മാക്സിമം ശ്രമിക്കണം. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ കമ്മ്യൂണിക്കേഷൻ ന്റെ ഒരു അഭാവം വളരെയധികം കൂടി വരുന്നുണ്ട്. അതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ട ഒരു ന്യൂസാണ്. ഒരു ഇൻസ്റ്റാഗ്രാം ഒരു ഇൻഫ്ലുവൻസർ അയാള് പിന്നെ എന്താണ് അയാളൊരു പീഡന കേസിൽ അകപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആളുകള് ഇവരുടെയൊക്കെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് എന്താണ് നല്ല വീഡിയോ ആണല്ലോ, നല്ല ഇൻഫ്ലുവൻസർ ആണല്ലോ, നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ, അല്ലെങ്കിൽ നല്ല അവര് ചിലപ്പോ ആ ക്യാമറയുടെ മുന്നിൽ മാത്രമായിരിക്കും ചിലപ്പോൾ നല്ലൊരു ആശയം പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നെന്താ സുഹൃത്ത് ബന്ധമായി, പിന്നെന്തായി പിന്നെ എവിടേക്കെങ്കിലും വരാൻ പറയലുകളായി, പിന്നെന്തായി പീഡനങ്ങളായി. അപ്പൊ അങ്ങനെയൊക്കെ ആയി വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഇതാവുന്നത്. അപ്പൊ ഏതൊരു സുഹൃത്ത് ബന്ധത്തിനും നമ്മൾ എന്ത് വേണം, ഒരു പരിധി ഒരു ബോർഡർ നിശ്ചയിക്കേണ്ടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് പോകേണ്ടത്. പ്രത്യേകിച്ച് നമുക്ക് നോ എന്നൊരു വാക്ക് നമ്മളെല്ലാവരും പറഞ്ഞ് ശീലിക്കാൻ പഠിക്കേണ്ട ഒരു കാര്യമാണ് നോ.
നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് എങ്കിൽ എന്തായാലും നമുക്ക് അയാൾക്ക് എന്ത് തോന്നുന്നു എന്നതിനെ കുറിച്ച് നമുക്ക് യാതൊരു വിഷയവുമില്ല. നോ എന്നൊരു വാക്ക് പറയേണ്ടടുത്ത് നോ എന്ന് തന്നെ നമ്മൾ പറയാൻ പഠിക്കും വേണം. അതുപോലെ നമ്മുടെ കുട്ടികളെ, ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അവരോടും എന്താണ് നോ എന്ന വാക്ക് പറഞ്ഞു പഠിപ്പിക്കാൻ ശീലിപ്പിക്കണം. കാരണം അത് അപ്പൊ നമുക്ക് ചിലപ്പോ എങ്ങനെയാണ്, അയ്യോ ഞാനിപ്പോ അങ്ങനെ പറഞ്ഞു വെച്ചാൽ അയാൾക്ക് എന്ത് തോന്നും, അങ്ങനത്തെ ഒരു വിഷയത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയേ ചെയ്യണ്ട. അപ്പൊ നമുക്ക് ഇഷ്ടമില്ലായ്മ, ആ ഇഷ്ടമില്ലായ്മ അവിടെ അതാണ് നമ്മളാ മുളയിലെ നുള്ളേണ്ട ഒരു കാര്യമുണ്ട്. അപ്പൊ ആ മുളയിലെ നുള്ളേണ്ട കാര്യം ആ മുളയിൽ തന്നെ നുള്ളണം. അല്ലെങ്കിൽ പിന്നെ അത് വളർന്ന് പന്തലിച്ചു പോകും. കാരണം എന്താണ്, ആ തുടക്കത്തിൽ ആ നോ എന്ന് പറഞ്ഞു വെച്ചെങ്കിൽ അവിടെ തീരാവുന്ന പല പ്രശ്നങ്ങളുമാണ് പിന്നെ വളർന്ന് അത് നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത രീതിയിലേക്ക് മാറിപ്പോകുന്നത്. പിന്നെ കഴിഞ്ഞ ദിവസം എന്താണ് കണ്ട ഒരു എന്താണ് അതും ഇൻസ്റ്റാഗ്രാം പ്രണയമാണ്. 15 വയസ്സുള്ള ഒരു പെൺകുട്ടീനെ 21 വയസ്സുള്ള ഒരു തിരുവനന്തപുരത്തുള്ള ഏതൊരു പയ്യൻ, അപ്പൊ അവൻ ഇതുപോലെ കൊണ്ടുപോയി പീഡിപ്പിച്ചു. പിന്നെ 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 അത് കഴിഞ്ഞിട്ട് ഇവളുടെ വീട്ടിലൊക്കെ കൊണ്ടുവന്നാക്കി. പിന്നീട് എന്തോ കാരണവശാൽ ഇവളെന്നെ വീണ്ടും വിളിക്കുക അങ്ങനെ എന്തോ ചെയ്തപ്പോ ഈ കുട്ടി വരാൻ കൂട്ടൊക്കെയായ്മ ആയപ്പോ ഭീഷണിയായി. പിന്നീട് ഈ കുട്ടി വീട്ടുകാരോട് വിഷയങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവര് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. പോലീസിൽ കംപ്ലൈന്റ് എല്ലാം കൊടുത്തപ്പോൾ ഇവന്റെ ഫോൺ പരിശോധിച്ച് നോക്കിയപ്പോൾ ഈ കുട്ടിയുടെ മാത്രമല്ല ഒരുപാട് പെൺകുട്ടികളുടെ നഗ്ന ദൃശ്യങ്ങളാണ് ആ ഫോണിലായിട്ട് കണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കുട്ടികളെ എത്രമാത്രം നമ്മൾ ശ്രദ്ധിക്കണോ അത്രമാത്രം ശ്രദ്ധിക്കണം. പിന്നെന്താണ്, പിന്നെ അത് മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞു വെച്ചെങ്കിൽ കുട്ടികളോട് വരും വരായ്മകളെ കുറിച്ച് കാര്യങ്ങളെ കുറിച്ച് ബോധവാന്മാരാക്കിയിട്ട് വേണം വളർത്താന്. മനസ്സിലായോ? പിന്നെ അതുപോലെ കുറച്ചു മുൻപ് നമ്മൾ ഇപ്പൊ ഇതുപോലെയുള്ള എല്ലാ വീഡിയോസും എല്ലാ കാലത്തും യൂട്യൂബിൽ അവിടെ കിടക്കും. അതുപോലെ MDMA ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വിൽക്കുന്ന അമ്മയും മക്കളും ചേർന്നാണ് MDMA വിൽക്കുന്നത്. അപ്പോൾ മാധ്യമങ്ങൾ അവരോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല, നിങ്ങൾക്ക് വല്ല ജോലിയും ചെയ്ത് ജീവിച്ചൂടെ, ആ രീതിയിലൊക്കെയാണ് അവര് ആൻസർ ഒക്കെ പറഞ്ഞിരുന്നത്. അതുപോലെ പാലക്കാട് കഴിഞ്ഞ ദിവസം അതൊരു സ്ത്രീകളെ ആണ് MDMA വിൽപ്പന നടത്തിയതിന് കേസെടുത്തത്. അപ്പൊ പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിലെ സ്ത്രീകളും എന്താണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ പെട്ടുപോകുന്നതുണ്ട്. അത് ചിലപ്പോ ഇവരുടെ എന്താണ് ആൺസുഹൃത്ത് വഴിയൊക്കെ ആയിരിക്കാം ചിലപ്പോ അവര് അതില് എത്തിപ്പെടുന്നത്. പക്ഷെ അങ്ങനെ ആണെങ്കിലും പ്രത്യേകിച്ച് അങ്ങനെയുള്ള കേസുകളിലൊക്കെ ഉൾപ്പെടുന്ന ആളുകൾക്കൊക്കെ ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, പെൺകുട്ടിയെ ഞങ്ങൾ അപ്പൊ തന്നെ വിട്ടു. ചിലപ്പോ ഇത്ര ഗ്രാം ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ സ്റ്റേഷൻ ജാമ്യത്തിലെല്ലാം വിടാം. പക്ഷെ എന്നാലും അവിടെ സംഭവം നിലനിൽക്കുന്നുണ്ട്. അത് പിന്നീട് നമ്മൾക്ക് കോടതിയിൽ നമ്മൾ അതിന്റെ പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ഇൻഫോർമേഷൻ ആയിട്ട് പല സ്ഥലങ്ങളിലും പല ആളുകളെയൊക്കെ ആയിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ പിന്നെ അവര് പറയും, മാഡം നിങ്ങൾക്ക് ഞങ്ങളെ ഈ ഇൻഫോർമേഷൻ ഒക്കെ തന്നിട്ട് എന്ത് കാര്യമുണ്ട്, കണ്ടില്ലേ അവര് ഞങ്ങളുടെ മുന്നിൽ കൂടെ കൂളായിട്ട് നടന്നു പോയിട്ട് ഞങ്ങളെ വെല്ലുവിളിച്ചിട്ടാണ് അവര് പറയുന്നത്, പിന്നെ എന്താണ് കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ എന്ന്. പക്ഷെ അത് അത്രയല്ല. കാരണം അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമ്മൾ സ്റ്റേഷൻ ജാമ്യം പ്രകാരം നമ്മൾ കൊടുക്കണം. അത് നിർബന്ധമാണ്. കാരണം നമ്മളൊരു ഭരണഘടന ഉള്ള ഒരു രാജ്യത്താണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ അവരും ഇന്ത്യൻ പൗരനാണ്, അവർക്കും അവകാശങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ നിയമപരിധിയിൽ വരുന്ന എല്ലാ അവകാശങ്ങളും അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോ എത്രയാണോ ക്വാണ്ടിറ്റി, അത് ചിലപ്പോൾ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാൻ പറ്റുന്ന ക്വാണ്ടിറ്റിയിലുള്ള കേസാണെങ്കിൽ നമ്മളത് തീർച്ചയായും വിട്ടിരിക്കണം. പക്ഷെ അതിന്റെ പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ
നടത്തി നമ്മള് കോടതിയിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതുപോലെയുള്ള ഒരുപാട് MDMA ആയാലും കഞ്ചാവിന്റെ ആയാലും കേസുകൾ 2-3 കേസുകളിലൊക്കെ ഉൾപ്പെടുന്ന ആളുകളാണ് നമ്മൾ അതിനനുസരിച്ചുള്ള നിയമ നടപടികളും കാര്യങ്ങളും എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ മുന്നിൽ കൂടെ ചിലപ്പോൾ ആളുകൾ നടന്നു പോകുന്നതൊക്കെ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ വെല്ലുവിളിക്കുന്നുണ്ടാവാം. പക്ഷെ അതൊന്നും ആലോചിച്ച് നിങ്ങൾ പിന്നെ ടെൻഷൻ ആവേണ്ട. നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ നമ്മൾ ഈ നാട് നന്നാക്കാൻ സാധിക്കുള്ളൂ. പിന്നെ അതുപോലെ ഇൻസ്റ്റാഗ്രാമിന്റെ കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് മുതിർന്ന സ്ത്രീകളായാലും പിന്നെ കുട്ടികളായാലും ചെറിയ പെൺകുട്ടികളായാലും ഒക്കെ വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു മാധ്യമമാണ്. പിന്നെ കഴിഞ്ഞ ദിവസം അതുപോലെ ഒരു പെൺകുട്ടി, ഒരു 15 വയസ്സുള്ള ഒരു കുട്ടി, ആ കുട്ടിയുടെ അച്ഛന്റെ പ്രായമുള്ള ആളാണ്. അയാളുടെ കൂടെ എവിടെയോ പോയിട്ട് 2 പേര് ആത്മഹത്യ ചെയ്യണോ, ഇനി ആ കുട്ടീനെ എങ്ങനെയെങ്കിലും തട്ടിക്കൊണ്ടുപോയി എന്തെങ്കിലും തരത്തിൽ കൊലപാതകം നടന്നതാണോ എന്താണെന്നൊന്നും നമ്മൾ കേസുകളും കാര്യങ്ങളൊക്കെ സംഭവങ്ങളൊക്കെ അന്വേഷണവും കാര്യങ്ങളൊക്കെ നടന്നു വരുന്നതേ ഉള്ളൂ. അപ്പൊ അതാ പറഞ്ഞത്, നമ്മൾ ഇനി നോ എന്നുള്ള ഒരു വാക്ക് പറയാൻ നമ്മൾ ആദ്യം സ്വയം പഠിക്കണം. പിന്നീട് അതുപോലെ മറ്റുള്ളവരോടും പറയാൻ നിർബന്ധമായിട്ടും കുട്ടികളോട്, അത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഒക്കെ പഠിപ്പിക്കണം. അക്കാര്യം വളരെ നിർബന്ധമുള്ള ഒരു കാര്യമാണ്. കാരണം അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. മൂന്ന് വർഷം കൂടി കഴിയുമ്പോൾ നമ്മുടെ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു വശത്ത് ഇതുപോലെയുള്ള പിന്നെ ലഹരി മാഫിയ ഉണ്ട്, വേട്ടയാടുന്നുണ്ട്, അവര് പിടിമുറുക്കുന്നുണ്ട്. മറ്റു വശത്ത് ഇതുപോലെയുള്ള സാമൂഹിക മാധ്യമങ്ങളെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണമെന്നറിയാതെ ഒരു തലമുറ അവരും ഉണ്ട്. അപ്പോൾ ഈ സാമൂഹിക മാധ്യമങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാത്ത ഈ തലമുറ, ഇവരും എത്തിച്ചേരുന്നത് അവസാനം എവിടെ തന്നെയാണ്? ലഹരിയിലാണ് എത്തിച്ചേരുന്നത്. അപ്പോൾ നമ്മൾ എല്ലാം കൊണ്ടും എല്ലാ രീതിയിലും എന്ത് ചെയ്യണം, നമ്മുടെ കുട്ടികളെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. പിന്നെ പ്രത്യേകിച്ച് ആൺകുട്ടികൾ പെൺകുട്ടികളായാലും അവരുടെ സ്കൂളിൽ പോയി വരുമ്പോഴും ഒക്കെ അവരുടെ ബാഗുകൾ കാര്യങ്ങളൊക്കെ നന്നായി ചെക്ക് ചെയ്യാം. ആ കാര്യം കൂടി ഈ ഇതിൽ പറയാണ്. അപ്പോൾ ബാഗൊക്കെ ചെക്ക് ചെയ്യാം. പിന്നെ നല്ല നിങ്ങളുടെ മക്കളുടെ ഏറ്റവും നല്ല സുഹൃത്തായിട്ട് നിങ്ങൾ മാറുക. കാരണം നല്ല രീതിയിൽ സംസാരിച്ചാൽ മാത്രമേ നമുക്ക് അവരിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് കിട്ടുകയുള്ളൂ. അല്ലാതെ നമ്മുടെ പാരൻസ് നമ്മളോടൊക്കെ ഇത്തിരി റഫൊക്കെ ആയിട്ടായിരിക്കും അന്നത്തെ കാലത്ത് പെരുമാറിയിരിക്കുക. അതുപോലെ ഇന്ന് നമ്മൾ പെരുമാറുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്നൊന്നും കിട്ടില്ല. അപ്പൊ നല്ല രീതിയിൽ നല്ല സുഖമായിട്ട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാനുള്ള ബെസ്റ്റ് ഫ്രണ്ടായിട്ട് നമ്മൾ മാറണം. പിന്നെ ഇങ്ങനെയുള്ള ഒരു ക്ലാസ് അറേഞ്ച് ചെയ്ത എല്ലാവിധ നന്ദിയും പറയാണ്. കഴിഞ്ഞ ദിവസം ഇപ്പൊ എല്ലാവരോടും ഒന്ന് സംസാരിക്കാൻ പറ്റിയല്ലോ. നമ്മള് മോർണിംഗ് ആണ്. അപ്പൊ നമ്മള് ചിലപ്പോ എനിക്കെന്നെ തോന്നി കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറെയൊക്കെ നെഗറ്റീവ് ആയ കാര്യങ്ങളാണ്. വിളിച്ചപ്പോ തന്നെ നമ്മള് ഹലോ സർ കേൾക്കുന്നുണ്ടോ? അതോ ഇന്റർറേഞ്ച് പോയതാണോ? ക്ലിയർ കുറവാണ്. നമ്മുടെ ടൈം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ല. ഓക്കെ. എനിവേ സൗമ്യ മാം, താങ്ക് യു സോ മച്ച്. വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. കാരണം ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും കിട്ടേണ്ട ഒരുപാട്, അല്ലെങ്കിൽ എല്ലാവരും അലേർട്ട് ആയിട്ടിരിക്കേണ്ട ടോപ്പിക്കാണ്. സോ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾ ടീം മെമ്പേഴ്സിന് എന്തെങ്കിലും ഡിസ്കഷനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ പറയാനുണ്ടെങ്കിൽ പറയാം. ഇതിന്റെ ഫീഡ്ബാക്ക് കൂടി പറയാനുള്ള ടൈമാണ്. നമുക്കൊരു 5 minutes ലെഫ്റ്റ് ഉണ്ട്. അപ്പൊ ഈ ഒരു 5 minutes നിങ്ങൾ 1-2 പേരൊന്ന് ഫീഡ്ബാക്ക് പറയാവോ? സൗമ്യ മാം.
എങ്ങനെയുണ്ട് ഹലോ എങ്ങനെയുണ്ട് ക്ലാസ്? ബി മാജിക്കിലൊക്കെ ഒന്ന് വരി സ്ഥിരമായിട്ട്. ക്ലാസ് എടുക്കാനല്ല, ക്ലാസ് കേൾക്കാൻ. പറ്റുകയാണെങ്കിൽ എന്തായാലും വരാം കേട്ടോ. നന്നായിട്ടുണ്ട്. നല്ല പ്രസന്റേഷൻ. ആദ്യം കുറച്ചൊരു ചെറിയൊരു മടിയൊക്കെ ഉണ്ടെങ്കിലും പിന്നീട് എങ്ങനെയാണ് ശരിയായി. അത് ആ ഒരു ഞാനേ നമ്മള് വീട്ടിൽ നിൽക്കുന്ന ഡ്രസ്സാണ്, പിന്നെ നമ്മുടെ അതൊന്നും റൂം സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് അപ്പൊ നമുക്ക് ഇത്രയും ആൾക്കാരെ ഫേസ് ചെയ്യുമ്പോ ഉള്ളൊരു ബുദ്ധിമുട്ട്. അപ്പൊ ഇവിടെ അങ്ങനെ പ്രശ്നമില്ല. ഇവിടെയൊക്കെ എല്ലാവരും ഒരേപോലത്തുള്ള ആൾക്കാരാണ്. വലിയ വിഷയങ്ങളൊന്നുമില്ല. അത് നമുക്ക് ഒരു വേദിയിലൊക്കെ സംസാരിക്കുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ നമ്മൾ രാവിലെ കുറച്ച് ആൾക്കാർ ഒരു 10-25 ആളുകൾ വരും. അവരൊക്കെ ചിലപ്പോ ചില ആളുകൾ ക്യാമറ ഓൺ ആക്കും, ചില ആൾക്കാർ ക്യാമറ ഓൺ ആക്കില്ല. അപ്പൊ അങ്ങനെ വിഷയമല്ല, എന്ത് സംസാരിച്ചു എന്നുള്ളതല്ല ഇവിടെ വിഷയം. ആ സംസാരിക്കുന്ന കഴിവും ആ ഒരു ഇതും നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് പലരും ഇവിടെ വരല്. ഓരോരുത്തരുടെ കഴിവ് നേടിയെടുക്കാനാണ് വരല്. അപ്പൊ പ്രസന്റേഷൻ ചെയ്ത കഴിവ് നമ്മൾ നേടിയെടുക്കുമ്പോൾ മറ്റുള്ളവർ നമ്മളെ സഹായിക്കുന്നു, മറ്റുള്ളവർ പ്രചോദിപ്പിക്കുന്നു. ഇത്രേ ഉള്ളൂ ഇവിടെ. അതല്ലാതെ ക്ലാസ് കേൾക്കുക അല്ലെങ്കിൽ ഇതൊരു പഠനം നടക്കുക അങ്ങനെയൊന്നുമല്ല. ഓരോരുത്തരുടെ കഴിവ് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും പ്രസന്റേഷൻ നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. ഇനിയും ഓക്കെ, താങ്ക് യു സോ മച്ച്. ഗ്രൂപ്പിലേക്കൊക്കെ വരിക. ഗ്രൂപ്പിലേക്ക് വന്നിട്ട് എല്ലാ ദിവസവും ക്ലാസ് കേൾക്കാനും മെഡിറ്റേഷൻ ചെയ്യാനൊക്കെ കഴിയുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ഒന്നുകൂടി ഉഷാറായിട്ട് വന്നിട്ട് ക്ലാസ് എടുക്കാൻ കഴിയും. ഓക്കെ, താങ്ക് യു. ആയിക്കോട്ടെ. അപ്പൊ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഷീജ ടീച്ചറോട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. സൗമ്യ മാം, പ്രസാദ് സർ, താങ്ക് യു. ദെൻ Okay. വേറെ സംസാരിക്കുന്നുണ്ടായിരുന്നോ? ഓക്കെ, എനിവേ സൗമ്യ മാം, പ്രസാദ് സർ പറഞ്ഞ പോലെ ഡെയിലി നമുക്ക് ബി മാജിക്കിൽ ജോയിൻ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സിന്ധു മാം അടുത്ത് ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇന്ന് ഡെയിലി ഒന്ന് ജോയിൻ ചെയ്തോളൂ. അപ്പൊ ഒരുപാട് നമുക്ക് ഈ പ്രസന്റേഷൻ സ്കില്ലിൽ മറ്റു സ്കില്ല് കാര്യങ്ങളൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, എനിവേ നല്ലൊരു സെഷൻ ആയിരുന്നു. എനിവേ താങ്ക് യു സോ മച്ച് മാം. പ്രസാദ് സർ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച് ടു ഓൾ. ഹാവ് എ നൈസ് ഡേ. എല്ലാവരും ലീവ് ചെയ്തോളൂ. താങ്ക് യു. Thank you, Soumya ma'am. Thank you all. ഓക്കെ, താങ്ക് യു.